ഹായ് ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ അതാ മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ, നല്ല മഴ തന്നെയല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് എണീറ്റുടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പതിവുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റുടനെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫനും എമിനിക്കുട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈൻ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് തന്നെ എണീറ്റ ഉടനെ തന്നെ അതും വേണം കേട്ടോ ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ടാങ്കിലിട്ട് പോലാണ് രാത്രി. അപ്പോൾ രാവിലെ അത് നോക്കിക്കഴിഞ്ഞിട്ട് നേരെ തീ മൂട്ടിയിട്ടുണ്ട് കേട്ടോ. തലേന്ന് വെള്ളപ്പത്തിനുള്ള മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എളുപ്പമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് നല്ല വിറകുണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം കത്തിപ്പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അപ്പം ചൂടാൻ തന്നെ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അസക്കുട്ടി എന്നും എണീക്കുന്നതിനേക്കാട്ടിൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വികൃതികൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ ഈ അപ്പൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, നല്ല കനത്ത മഴ തന്നെയുണ്ടോ. കാലാവസ്ഥയൊക്കെ ഭയങ്കര പേടിയാകുന്ന അവസ്ഥയിലാണ്. വയനാട്ടിലത്തെ വാർത്തയൊക്കെ കേട്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ അത് ഓരോന്നെല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അവസ്ഥകളൊക്കെ. അപ്പോൾ പഠിച്ചവൻ എല്ലാവരും കാക്കട്ടെ അല്ലേ. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ വെള്ളപ്പത്തിന് തലേന്ന് ദോശക്ക് മാവ് കൂട്ടിയേക്കാന്നാട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഉഴുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വെള്ളപ്പം തീരുമാനമായത്. അപ്പോൾ അങ്ങനെ വെള്ളപ്പം ഒന്നും ഇവിടെ ഉണ്ടാക്കാറില്ല, കുറേ കാലമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉഴുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തേങ്ങ ഇട്ടില്ല അപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിച്ചറിഞ്ഞാണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ദോശ ഉഴുന്നില്ലാത്ത. അപ്പോൾ അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. അതിന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ വെണ്ണൂറൊക്കെ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെയാണല്ലോ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ എല്ലാവർക്കും തന്നെ നല്ല തിരക്ക് തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ. മഴയായിട്ട് തന്നെ എല്ലാത്തിനും ഒരു മടിയാണല്ലോ, ഒന്നിനൊരു പൊതിയില്ല. എന്നാലും കുഞ്ഞു മക്കളില്ലവർക്ക് പിന്നെ അങ്ങനെ അടങ്ങിയിരിക്കാൻ നടക്കില്ലല്ലോ. അങ്ങനെ കറിക്കുള്ള തേങ്ങയൊന്നും പൊളിച്ചതിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് പൊളിക്കും, അത് അപ്പം തന്നെയാണ് കയ്യുകയും ചെയ്യും. അപ്പോൾ തേങ്ങക്കൊക്കെ നല്ല ചിലവുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളും മദ്രസൊന്നും ഇല്ലാതെ നിൽക്കല്ലേ. അപ്പോൾ അതാ ഒരു തേങ്ങയും കൂടി അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. രാവിലെ മഴ ഇങ്ങനെ ഒന്ന് ചോർന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെയാണ് വിറകെടുക്കലും തേങ്ങ പൊളിക്കലൊക്കെ കേട്ടോ. അപ്പോൾ ഫനിക്കുട്ടനാണ് ഇന്ന് വീഡിയോ ഒക്കെ എടുക്കണത്. അല്ലെങ്കിൽ ഓല് സ്കൂൾക്കൊന്നും പോണ ദിവസമാണെങ്കിൽ ഓലെ വീഡിയോ എടുക്കാനൊന്നും കിട്ടൂല. അപ്പോൾ നമ്മുടെ അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആസക്കുട്ടിയും വനക്കുട്ടനൊക്കെ നീച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് 7:00 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ കോഴിക്ക് കുറച്ച് ചിക്കനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒന്ന് വലിയുള്ളി ഒന്ന് വാട്ടിയെടുക്കേണ്ടത്. ഇതിനായിട്ട് കനം കുറച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മുറി സവാളയാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പൂ 2 ഏലക്കായ ഒരു പട്ടയും കൂടി ചേർത്തൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്താൽ കറി റെഡി ആയിട്ടോ. അപ്പോൾ രാവിലെ എന്നും ഇതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് അടുക്കളയിലേക്കാണ് വന്നാൽ ഒരു പണിമക്ക് പിന്നെ നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാനും ഒഴിവുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയല്ലേ വീട്ടമ്മമാരുടേത്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലത് തന്നെയാണ് ഈ രാവിലെ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കുന്നത്. നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടാണെങ്കിൽ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ പല ജോലികളും നമ്മളെ മൈൻഡിലാണ് വരും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഹാളിലോ നമ്മുടെ കിടക്കണ ബെഡ്റൂമിലൊക്കെ കുറച്ച് വെള്ളം കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലിങ്ങനെ ആ വെള്ളം കുടിക്കാനൊരു ഓർമ്മ ഉണ്ടാവും. നേരെ മറിച്ച് അടുക്കളയിലൊക്കെ വന്നാൽ കുറേ പണികളായിരിക്കും. അപ്പോൾ നമുക്ക് ആ വെള്ളം കുടിക്കണ ഓർമ്മയൊക്കെ മറക്കും. വേഗം ഓരോ പണിയെടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പണി എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അങ്ങനെ വെള്ളപ്പോൾ അതിലേക്കുള്ള കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ മക്കൾക്കൊക്കെ ചായ കൊടുത്തു. പിന്നെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതന്നെ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കയ്യിൽ ഫോണും പിടിച്ചിട്ട് നല്ല തിരക്ക് പിടിച്ച പണീൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ ഇങ്ങനെ അരച്ചിട്ടു. പക്ഷേ വൈകുന്നേരമൊക്കെ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മഴ തന്നെയാണ്, ഇരുട്ട് മൂടിയ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊന്നുമില്ല, നാളെ സ്കൂളൊന്നുമില്ല. അപ്പോൾ ഇനി എന്നാ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ മാറിക്കിട്ടട്ടെ.
ഓരോ ഉരുൾപൊട്ടലൊക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കാലാവസ്ഥയൊക്കെ വളരെ മോശം തന്നെയാണല്ലോ. അപ്പോൾ ഇതാ അടിച്ചു വരിയിട്ടൊന്നുമില്ല കേട്ടോ. എന്താ കുറേ ജോലികളുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ വിശേഷമൊന്നും ഇതിലെടുത്തിട്ടില്ല. ഇസക്കുട്ടിയും നെവിനിക്കുട്ടനും പനിക്കുട്ടനൊക്കെ ഓരോ വികൃതി, സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഓരോ വികൃതികൾ കാണിച്ച് അവിടെ ഇങ്ങനെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. പുറത്തേക്ക് പോകാനും കോലല്ലല്ലോ. ഈ ഒരു മഴ ഇങ്ങനെ തുള്ളിയിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പോയാലും എന്തെങ്കിലും പനി ഇതൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആരും മക്കളൊന്നും പുറത്തേക്കൊന്നും കളിക്കാൻ പോകണില്ല കേട്ടോ. അപ്പോൾ ഇസക്കുട്ടിക്ക് 10 മണിക്കൊന്നുകൂടിയും ദോശ കഴിക്കുകയാണ് കേട്ടോ. രാവിലെ കഴിച്ചിരുന്നു. പിന്നെ 10 മണിക്ക് കൂടി അവളൊന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം വരെ ഇത് ദോശയോ രാവിലത്തെ എന്തെങ്കിലും അപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതേക്കാരം ഓൽക്ക് ഇഷ്ടമുണ്ടായിരിക്കും. എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ടൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഓൽക്ക്. ചോറാണെങ്കിൽ അത്ര പോകില്ല കേട്ടോ. ചോർക്ക് എന്തെങ്കിലും കൂട്ടാൻ എന്തുണ്ടായി കൊടുത്താലും പറ്റില്ല. അതിനെ മറിച്ച് അപ്പമൊക്കെ ആണെങ്കിൽ അത് ശരിയാവും. അപ്പമൊക്കെ ആണെങ്കിൽ എളുപ്പമായിട്ട് തന്നെ കഴിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതാ ഉച്ചരിഞ്ഞിട്ട് അമൃതം പൊടി കൊണ്ട് ഒന്ന് ലഡു ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.